ജിജുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു ഇതാണ് ലിവർ, ബീഫിൻ്റെ ലിവർ. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇത് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്. ഇത് കിട്ടുവാണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ റോസ്റ്റ് ബീഫിൻ്റെ ലിവർ. ഓക്കെ, നമുക്ക് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ലിവർ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബീഫിൻ്റെ ലിവർ ഇത് കഷ്ടി 1 കിലോ ഉണ്ട്. നമ്മൾ ചട്ടി വെച്ചു. തീ ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1.5 പ്ലാനിലെ കയ്യിൽ കണ്ടില്ലേ, ഈ തവിയിൽ 1.5 പാത്രം ഒഴിച്ചു. 1.5 പാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചൂടാവുമ്പോൾ നമുക്ക് അത് ചൂടാവട്ടെ. എണ്ണ മൂക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഓരോന്നോരോന്ന് ഞാൻ പറയാം. എണ്ണ ചൂടായിട്ടുണ്ടാവും. നമുക്ക് ഒരല്പം കടുക് കണ്ട, അത്ര കടുക് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീ അല്പം കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ അത് വേപ്പിൻ്റെ ഇല ഇട്ടു. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ചതാണ്. അപ്പോൾ അത് ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു കഷ്ണം ഇഞ്ചി കൂടിയിട്ടുള്ളത് നമ്മളതിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് വഴറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളിത് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, ഒരു 1.5 സബോള വേണ്ടു. ഇത് വേറൊരു ആവശ്യത്തിനും കൂടി അരിഞ്ഞാണ്. അപ്പോൾ അത് കാരണം ഞാൻ അളവ് വേറെ പറയണത്. അതുകൊണ്ട് അല്പം തീ കൂട്ടി വയ്ക്കാം. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അല്പം ഉപ്പ് കഴിഞ്ഞ അടുത്താണ്ടത് മെയിൻ സാധനം നമ്മുടെ കണ്ട ലിവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് അതിന് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അതിന് ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് അതിൽ ആഡ് ചെയ്യുക. നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊന്ന് ആവി കയറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി. നല്ല തിള വന്നു കണ്ടോ. ഇതൊന്ന് ലിവറിൻ്റെ കണ്ട തിള വന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ട എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കി. ഓക്കെ, ഇത് പെരിഞ്ജീരകം ചതച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. അതിട്ടു. ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടി ഇച്ചിരി
അധികം ചേർക്കും. സാധാരണ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചത്, കാശ്മീരി ചില്ലി ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ കുരുമുളക് ഒരു 1/2 സ്പൂണ്. നമുക്കതിനെ മിക്സ് ചെയ്യാം. നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേവണം നന്നായിട്ട്. വേറെ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യാം. ഈ വെള്ളം പോകാം, ഒരല്പം വെള്ളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക. നമുക്ക് ഇച്ചിരി അതിന് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അല്പം കൂടി ഉപ്പ് വേണം. ഉപ്പ് ഒക്കെ അവരവനാന് പാകത്തിനനുസരിച്ച് ഇടുക. ഉപ്പ് മുളകും ഇത് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കേണ്ട ഒരു സാധനമാണ്. ചിലർക്ക് എരിവ് വേണ്ട, ചിലർക്ക് ഉപ്പ് കുറവ് മതി. അപ്പോൾ പിന്നീട് നമുക്ക് തീ കുറച്ച് അടച്ചു വയ്ക്കാം. എന്നിട്ട് തീ കുറച്ച് വയ്ക്കാം. ഇപ്പം നമുക്കിത് വെന്തുണ്ടോ നോക്കാം. നല്ല തിളന്നിട്ടാവും. മസാലയൊക്കെ പിടിച്ചു തുടങ്ങി. നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. സൂപ്പറായിട്ടില്ലേ? ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് വറ്റിച്ച് ഇതാക്കി എടുക്കാം, ഫ്രൈ ആയി പോലെ എടുക്കാനുള്ളത്. ഇച്ചിരി തീ കൂട്ടിയേക്കാം. അപ്പോൾ ഇതൊന്ന് ഉണ്ടോ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രൈ ആയി കിട്ടും. വേണ്ട, നമ്മുടെ ബീഫിൻ്റെ ലിവർ റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒലത്തുക എന്നൊക്കെ പറയണ പരിപാടിയാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരല്പം വെളിച്ചെണ്ണ വേണ്ട, ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഇരിക്കും. നമ്മുടെ അടിപൊളി നല്ല അടിപൊളി വേപ്പിൻ്റെ ഇല, നാടൻ വേപ്പിൻ്റെ ഇല വേണ്ട സാധനം ഏതാണ്ട് ഇങ്ങോട്ട് വലിക്കുക. ഒരു 2-3 ഇല ഇട്ടത് എങ്ങനെയുണ്ട് ഇടുക. കഴിഞ്ഞാൽ നമ്മുടെ വേണ്ട മല്ലിയില ഒരു 2 കഷ്ണം പൊട്ടിക്കുക, അതിലേക്കിടുക. അങ്ങനെ വേണ്ട പൊട്ടിച്ചങ്ങനെ ഇട്ടിട്ട് വെറുതെ കൂടുതലൊന്നും വേണ്ട കേട്ടോ. അത് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അല്പം സാധനത്തിൻ്റെ ഒരു ഫ്ലേവർ അല്ല. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഈ കോവിഡിൻ്റെ കാലത്തുണ്ടല്ലോ സാധനം കഴിക്കണ അടിപൊളി സംഗതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ബീഫിൻ്റെ ലിവറിൽ. നമ്മളത് 4 വർഷം കഴിച്ചു കഴിഞ്ഞാൽ പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. മാറുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, രോഗം വന്നാൽ മാറ്റാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഒന്ന് കരുതിയിരിക്കാം, ആരോഗ്യമൊക്കെ ഒന്ന് സ്റ്റഡിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയല്ലോ. ഇതാണ് മുതൽ. കണ്ടില്ലേ? ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കോവിഡ് കാലത്ത് ഇത് നല്ലതാണ് കഴിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.